ഇതെന്താ കഴിക്കാൻ? പുട്ടോ? ഓഹ്, എന്നും പുട്ടേ ഉള്ളോ? നമ്മൾ പലരും ഇങ്ങനെ ഇതുപോലെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളും പുട്ടിനെ കഴിച്ചു, പുട്ടിനെ സ്നേഹിച്ചു. പുട്ട് പൊടി ഇടുക, അതിൽ കുറച്ച് ഉപ്പിടുക, പിന്നെ കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ ഇതിനെ നല്ല ഞെരുവിലാന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് അതിന്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇടുക. അത് മിക്സ് ചെയ്ത് കുറച്ച് അരിപ്പൊടി ഇടുക. അതിന്റെ കൂടെ പിന്നെയും തേങ്ങ ഇടുക, പിന്നെ അരിപ്പൊടി ഇടുക. അങ്ങനെ ലെയറായിട്ട് ഇടുക. നമ്മൾ ആ സ്റ്റീമറിലേക്ക് ഇങ്ങോട്ട് വെച്ചിട്ടുമ്പോൾ ഒരു ആവി വരും. ആ ആവി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് അങ്ങോട്ട് റെഡിയാണ്. മനസ്സിലായോ? എന്നിട്ട് അതിനെ നമ്മുടെ പുറകിൽ നിന്ന് ഒരു ഒറ്റ തള്ളുമ്പോൾ ഉണ്ടല്ലോ, പുട്ട് നല്ല സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഈ പുട്ടിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയും അതുപോലെ ഒരു പഴവും ഒരു പപ്പടവും ഇട്ട് ഞെവിടി അങ്ങോട്ട് കഴിച്ചു, ഒരു ഉരുളയൊന്ന് വായിൽ വെച്ചിട്ട് ചായ ഒന്ന് കുടിച്ചു നോക്കി. സംഭവം വേറെ ലെവല്. ഈ പുട്ട് നമുക്ക് എത്രത്തോളം മനോഹരമായി കഴിക്കാം അത്രത്തോളം മനോഹരമായിട്ട് കഴിക്കാം. പുട്ടും മീൻകറിയും, അതുപോലെ പുട്ടും ചിക്കനും, പുട്ടും ബീഫും, പുട്ടും പയറും, പുട്ടും പഴം, പപ്പടം, പുട്ടും കടലക്കറിയും, ഇങ്ങനെ എത്ര വെറൈറ്റികളാണ് നമ്മുടെ ഈ പുട്ടിനുള്ള. അപ്പോൾ പുട്ട് നമ്മൾ നിസ്സാരക്കാരനാണോ? ചില ആൾക്കാർ പറയും നമ്മുടെ ഈ പുട്ടിന്റെ പേര് വന്നത് പിട്ട എന്നൊരു വാക്കിൽ നിന്നാണ്. പക്ഷെ വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ പൊട്ട് എന്നൊരു വാക്കില്ലേ, അതിൽ നിന്നാണ് പുട്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്തായിരിക്കും കറക്റ്റ് ഒരു പേര്? നിങ്ങൾക്കറിയാം, അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വിചാരിച്ചിരിക്കുന്നത് പുട്ട് നമ്മുടെ കേരളക്കാരുടെ സ്വന്തമാണെന്നല്ലേ? എന്നാൽ അങ്ങനൊന്നുമല്ല കേട്ടോ. പുട്ട് എന്ന് പറയുമ്പോൾ ശ്രീലങ്കക്കാരുടെയും തമിഴരുടെയും അതുപോലെ കർണാടകക്കാരൊക്കെ എല്ലാം ഫേവറേറ്റ് ഐറ്റമാണ് ഈ പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുട്ട് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേരെ.